നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ച കൺട്രോൾ റെക്ടിഫയേഴ്സ് ആണ്. കൺട്രോൾ റെക്ടിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് എ സിയിൽ നിന്ന് വേരിയബിൾ ഡി സിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന കൺവേർട്ടേഴ്സിനെയാണ് നമ്മൾ കൺട്രോൾ റെക്ടിഫയേഴ്സ് എന്ന് പറയുന്നത്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ നേച്ചർ ഓഫ് എ സി, സിംഗിൾ ഫേസ് ആണോ ത്രീ ഫേസ് ആണോ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. അതിൽ സിംഗിൾ ഫേസ് തന്നെ ഫുള്ളി കൺട്രോൾഡ് ഉണ്ട്, ഹാഫ് കൺട്രോൾഡ് ഉണ്ട്, അല്ലെങ്കിൽ സെമി കൺട്രോൾഡ്. ഇതേ ക്ലാസിഫിക്കേഷൻ ത്രീ ഫേസിനകത്ത് വരും, ഫുള്ളി കൺട്രോൾഡ് ആസ് വെൽ ആസ് ഹാഫ് കൺട്രോൾഡ്. ഓക്കെ, ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ എത്ര സ്വിച്ച് ഉണ്ട്, ഐ മീൻ ലൈക്ക് കൺട്രോളബിൾ സ്വിച്ച് ആണോ അല്ലെങ്കിൽ ഡയോഡ് ആണോ, അതിന്റെ ക്ലാസിഫിക്കേഷന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഫുള്ളി കൺട്രോൾഡ് ആണോ ഹാഫ് കൺട്രോൾഡ് ആണോ നോക്കിയിരുന്നത്. അപ്പൊ നമുക്കിത് ഓരോന്നും വിത്ത് റെസ്പെക്ട് ടു ഡ്രൈവ്സ് എങ്ങനെ യൂസ്ഫുൾ ആവും, എങ്ങനെയൊക്കെ അതിന്റെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ അതിൽ ഫസ്റ്റ് സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾഡ് റെക്ടിഫയർ. അപ്പം ഇത് സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾഡ് റെക്ടിഫയറിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ്. യു വിൽ ബി ഫെമിലിയർ വിത്ത് ഇറ്റ്. യു ഹാവ് എൻ എ സി ഇൻപുട്ട്. ഓക്കെ, എ സി ഇൻപുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് പോയിന്റ് എ ബി എന്നുള്ള രണ്ട് പോയിന്റിലാണ്. സോ യു ഹാവ് തൈറിസ്റ്റർ T1 and T3 which will be conducting in positive half cycle. കാരണം പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ T1 ഉം T3 ആയിരിക്കും ഫോർവേഡ് ബയസ്ഡ്, T1 as well as T3. ഓക്കെ, അതേപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഈ T2 as well as T4 ആണ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഫോർവേഡ് ബയസ്ഡ് ആവുക. ഓക്കെ, അപ്പം ഞാനിവിടെ രണ്ട് വേവ് ഫോം കാണിച്ചിട്ടുണ്ട്. ഒന്ന് ഡിസ്കണ്ടിന്യൂസ് മോഡ് ഓഫ് ഓപ്പറേഷൻ ആസ് വെൽ ആസ് അതർ വൺ കണ്ടിന്യൂസ് കണ്ടക്ഷൻ. രണ്ടിലും ഓരോ വേവ് ഫോം നമുക്ക് നോക്കാം. അപ്പം ഫസ്റ്റ് സേ അറ്റ് ഇവിടെയാണ് സി അറ്റ് 0.0 എന്താണ് പോസിറ്റീവ് സൈക്കിൾ ഓഫ് ദിസ് VS സോഴ്സിന്റെ പോസിറ്റീവ് സൈക്കിൾ ഇങ്ങനെയാണ്. ഓക്കെ, സോ അറ്റ് ആൽഫയാണ് നമ്മൾ ഇതിനെ ട്രിഗർ ചെയ്യുന്നത്. സോ ആൽഫ ഇസ് സംവെയർ ഹിയർ. ഓക്കെ, ഈ ഒരു പോയിന്റിലാണ് ആൽഫ ഉള്ളത്. അപ്പം അത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് T1 T3 സ്റ്റാർട്ട് ടു കണ്ടക്ട്. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് T1 T3. ഓക്കെ, T1 T3 സ്റ്റാർട്ട്സ് ടു കണ്ടക്ട്. പിന്നെ സോ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ഫോളോ ദിസ് വേവ് ഫോം അറ്റ് ഒമേഗ ടി ഈക്വൽ ടു പൈ. ആ ഒരു SCR വോണ്ട് സ്റ്റോപ്പ് ടു കണ്ടക്ട് ബിക്കോസ് കറണ്ട് ത്രൂ ദ SCR. അപ്പൊ ആ ആൽഫ മുതൽ കറണ്ട് റൈസ് ചെയ്യാൻ തുടങ്ങി. പതുക്കെ അത് നെഗറ്റീവ് ഹാഫ് സൈക്കിളോട് എത്തിയപ്പോൾ കറണ്ട് സീറോയിലോട്ട് വരാൻ തുടങ്ങിയെങ്കിലും സീറോ എത്താത്ത കാരണം കൊണ്ട് T1 T3 ഓഫ് ആകത്തില്ല. കണ്ടീഷൻ ഫോർ SCR ടു ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ ദ കറണ്ട് ഷുഡ് ബി ലെസ് ദാൻ ഹോൾഡിംഗ് കറണ്ട് ആണ്. ഹോൾഡിംഗ് കറണ്ടിന് താഴെ SCRയിലൂടെയുള്ള കറണ്ട് പോയാൽ മാത്രമേ SCR ടേൺ ഓഫ് ആവത്തുള്ളൂ. അത് റിവേഴ്സ് ബയസ്ഡ് ആയാൽ പോലും അങ്ങനെ കണ്ടോ, ഈ ഒരു പോർഷനിൽ മോർ ദാൻ ഒമേഗ ടി സിക്കൽ പൈയില് നമ്മുടെ SCR ഓൾറെഡി നെഗറ്റീവ് റിവേഴ്സ് ബയസ്ഡ് ആണ്. ഓക്കെ, ഫോർവേഡ് ബയസ്ഡ് അല്ല. എന്നിരുന്നാൽ പോലും കറണ്ട് സീറോ ആവാത്ത കാരണം കൊണ്ട് SCR ഓഫ് ആയിട്ടില്ല. സോ ദ കറണ്ട് ടെൻസ് ടു സീറോ. അത് സീറോയിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അറ്റ് ദ മൊമെന്റ് ഇറ്റ് റീച്ചസ് സീറോ, അതായത് ആംഗിൾ ഒമേഗ ടി സിക്കൽ ടു ബീറ്റ എന്നുള്ള ആംഗിളിൽ ഇറ്റ് ടേൺസ് ഓഫ്. SCR T1 T3 ടേൺസ് ഓഫ്. സോ ഗ്രാജുവലി നമുക്ക് അവിടെ ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് ഈ ബാക്ക് EMFന്റെ വോൾട്ടേജ് ആയിരിക്കും ബിക്കോസ് ഇറ്റ് ഈസ് എൻ RLE ലോഡ്. ഓക്കെ, hence we have a small point over here from beta to pi plus alpha. ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടാവും. ദാറ്റ് വോൾട്ടേജ് വിൽ ബി E. അപ്പൊ ലോഡിന് അക്രോസിലുള്ള വോൾട്ടേജ് E ആണ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഡിസ്കണക്റ്റഡ് ഫ്രം ദിസ് ലോഡ് ഇസ് ഡിസ്കണക്റ്റഡ് ഫ്രം സോഴ്സ്. നമ്മളിവിടെ മെഷർ ചെയ്യുമ്പോൾ ഉള്ള വോൾട്ടേജ് വേവ് ഫോം ആണ് ഈ പ്ലോട്ട് ചെയ്യുന്നത്. സോ ഇനീഷ്യലി ഫ്രം ആൽഫ, ഈ ഒരു ആൽഫ തൊട്ട് ബീറ്റ വരെ ദ ഔട്ട്പുട്ട് ഇൻപുട്ട് വോൾട്ടേജ് ഇസ് ഒബ്റ്റെയിൻഡ് അക്രോസ് ദ ലോഡ്. പിന്നെ അത് the load is completely disconnected from the source, hence we obtain E at the output, and then again at alpha plus pi plus alpha. Yeah, pi plus alpha we are triggering T2 as well as T4, the other pair T3 T4, sorry T2 T4. So അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു പോർഷനിൽ ഷെയ്ഡ് പോർഷനിൽ there is no conduction. ഈ ഷെയ്ഡ് പോർഷനിൽ there is no conduction. From this point alpha to beta you have T1 T3 conducting, and the other part pi plus alpha to 2 pi അല്ലെങ്കിൽ beta pi plus beta വരെ നമുക്ക് എന്തുണ്ട് T2 T4 as conduction. So at that time നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് ഇൻവേർട്ട് ചെയ്തിട്ട് നമ്മളെ ലോഡിന് അക്രോസ് വരുന്നത്. സോ ദിസ് പോർഷൻ വിൽ കണ്ടിന്യൂ ടു ഫ്ലോ. അതായത് ഈ പൈ പ്ലസ് ആൽഫ തൊട്ട്
ഇവിടെ ചെറിയൊരു പ്രൊജക്ഷൻ അടുത്ത y പ്ലസ് ബീറ്റ വരെ ഇറ്റ് ഗോസ് ഓൺ കണ്ടക്ഷൻ. അഗെയിൻ ദ T2 T4 ടേൺസ് ഓഫ്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടുന്നത്. ഇവിടെ T2 T4 കണ്ടക്ട് ചെയ്ത് തുടങ്ങുമായിരുന്നു ഫ്രം ദ ഇനീഷ്യൽ പോർഷൻ. നമുക്ക് ഈ ചെറിയ പോർഷൻ കിട്ടി. അഗെയിൻ ദ T2 T4 ടേൺസ് ഓഫ് ആൻഡ് യു ഗെറ്റ് ഈ ബാക്ക് EMF അറ്റ് ഔട്ട്പുട്ട്. ഈ ഒരു ഡിസ്കണ്ടിന്യൂസ് മോഡ് ഓഫ് കണ്ടക്ഷനിൽ ഇങ്ങനെയായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. അതേസമയം കണ്ടിന്യൂസ് മോഡ് ഓഫ് കണ്ടക്ഷനിൽ ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത്. യു വോണ്ട് ബി ഏബിൾ ടു സീ ദ ഇ, ആ ബാക്ക് EMF ഇ കാണാൻ പറ്റത്തില്ല. സോ അവിടുത്തെ ഓപ്പറേഷൻ പറയുകയാണെങ്കിൽ T1 T3 വിൽ ബി കണ്ടക്ടിങ് ഫ്രം ദ പോയിന്റ് ആൽഫ. ആൽഫ വരെ T1 T3 കണ്ടക്ട് ചെയ്യാണ്. സോ യു വിൽ ഗെറ്റ് ദ പ്ലസ് VAB എന്നുള്ള വോൾട്ടേജ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. ആൻഡ് അറ്റ് ദ മൊമെന്റ് പൈ പ്ലസ് ആൽഫ ദ അതർ പെയർ ദ കറന്റ് വിൽ ബി കണ്ടിന്യൂസ്. സോ SCR ഓഫ് ആവുന്നില്ല അവിടെ. അപ്പോൾ T1 T3 കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ T2 T4 ട്രിഗർ ചെയ്യുമ്പോൾ ആഫ്റ്റർ പൈ പ്ലസ് ആൽഫ ആഫ്റ്റർ പൈ ദ T1 T3 is റിവേഴ്സ് ബയസ്ഡ്. അതായത് വോൾട്ടേജ് അങ്ങനെയാണ് വരുന്നത്. ബട്ട് കറണ്ട് 0 അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്താണ് ആ ഒരു SCR ഓഫ് ആവുന്നില്ല. അപ്പം ഇനി T2 T4 ഓൺ ചെയ്യുമ്പോൾ ആ വോൾട്ടേജ് ഡയറക്ട്ലി വന്നുകൊണ്ട് അതിന് ഫോഴ്സ്ഡ് സ്വിച്ചിങ് ഓഫ് ആണ് ചെയ്യുന്നത്. എന്നിട്ട് T2 T4 അവിടെ ഓൺ ആയിട്ട് T1 T3 അക്രോസ് വരുന്ന റിവേഴ്സ് ബയസിൽ അതിനെ ഫോഴ്സ്ഡ് സ്വിച്ച് ഓഫിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം ആ കറണ്ട് എന്നുള്ളത് ഇറ്റ് സ്വിച്ചസ് ഫ്രം T1 T3 ടു T2 T4. അപ്പം ദ അതർ പോർഷൻ മൈനസ് VBA എന്നുള്ള ആ വോൾട്ടേജ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. You can see the dotted VBA over here. So അതിലെ നമ്മൾ T2 T4 ഫോർവേഡ് ബയസ്ഡ് ആവുന്ന ഒരു region at that time pi plus alpha you will get it fired and that T2 T4 will give you output voltage. Okay, ആ ഒരു പോർഷൻ ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. സോ ദിസ് വേവ് ഫോം ഗോസ് ഓൺ എന്താ പറയുക ഗെറ്റിംഗ് ഔട്ട്പുട്ടിൽ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കണ്ടിന്യൂസ് മോഡിന്റെ ആവറേജ് വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ വി ആവറേജ് ഇസ് ഈക്വൽ ടു 1/π ഒരു ഹോൾ വൺ ടൈം പീരിയഡ് ഇന്റഗ്രൽ 0 to π P of t എന്ന് കിട്ടും. ഓക്കെ, സോ വി ആർ ഒരു പൈ ഞാൻ ആ സൈക്കിൾ ഡ്യൂറേഷൻ ആൽഫ തൊട്ട് പൈ പ്ലസ് ആൽഫ വരെ എടുക്കുകയാണെങ്കിൽ സോ യു വിൽ ഗെറ്റ് എ കംപ്ലീറ്റ് സൈക്കിൾ അല്ലേ. ഈ ആൽഫ തൊട്ട് പൈ പ്ലസ് ആൽഫ വരെയാണ് ഒരു കണ്ടിന്യൂസ് സൈക്കിൾ വരുന്നത്. പിന്നെ ദാറ്റ് പോർഷൻ ഗോസ് ഓൺ റിപ്പീറ്റിംഗ്. സോ അതിന്റെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1/π ആണ്. സോ ഐ എം ഇന്റഗ്രേറ്റിംഗ് ഫ്രം ആൽഫ ടു പൈ പ്ലസ് ആൽഫ വി ഓഫ് ടി ഡി ഒമേഗ ടി. ഓക്കെ, സോ ആ ഒരു വേവ് ഫോമിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ VM sin omega t ആണ്. So V of t is equal to VM sin omega t and substituting that alpha pi plus alpha. So VM sin omega t d omega t. So ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാവുന്ന ഇക്വേഷൻ കിട്ടും 2VM/π cos alpha എന്നുള്ളത്. So you will be familiar with this equation. Okay, ഇതാണ് ഈ ഒരു വേവ് ഫോമിന്റെ ആവറേജ് വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വേവ് ഫോമിന് നമ്മൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ if the average voltage is plotted against, so നമ്മൾ ആൽഫ വേഴ്സസ് വി ആവറേജ് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, സോ അറ്റ് 5/2 നമ്മൾ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ you will get a curve like this. So here you have 2VM/π and at pi you have minus 2VM/π. So up to 90 degree you can see the rectifier output is positive ആണ് നമുക്ക് കിട്ടുന്ന rectifier output. But if you are increasing the alpha above 90 degree you will get a negative voltage. Okay, so SCR ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ you know that it is unidirectional device. So ഈ unidirectional device എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ പെർസ്പെക്റ്റീവിലാണ് അത് യൂണിഡയറക്ഷണൽ ആണോ ബൈഡയറക്ഷണൽ ആണോ എന്ന് പറയാം. സോ SCR is a unidirectional device. സോ പവർ ഫ്ലോ റിവേഴ്സ് ചെയ്യാൻ ആകെ SCR പോലത്തെ സർക്യൂട്ട്സിൽ ആകെ പോസിബിൾ ആയിട്ടുള്ളത് വോൾട്ടേജ് റിവേഴ്സിലാണ്.
So in case of regeneration, regeneration ഓപ്പറേഷനിലൊക്കെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ you increase the alpha more than 90 degree. So the voltage turned to be negative. Voltage negative ആകുമ്പോൾ the power will be flowing from the motor or the motor will act as generator. Okay. വേറെ രീതിയിൽ പറയുവാണെങ്കിൽ the operation will be inverter operation. So up to 90 degree, the operation will be rectifier operation, and from 90 to 180 degree, ഈ ഒരു portionൽ it will be acting as an inverter, and the other portion it will be acting as a rectifier. So ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻ. അപ്പോൾ നമുക്ക് വി ആവറേജ് കിട്ടി. സോ വി ഓൾ നോ ദാറ്റ് ഒമേഗ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ബൈ കെ ഫൈ മൈനസ് ആർ ടി എ ബൈ കെ ഫൈ ഹോൾ സ്ക്വയർ, അതാണ് ഇക്വേഷൻ. സോ ഈ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ടെർമിനൽ വോൾട്ടേജ് അക്രോസ് ദ ഡി സി മോട്ടറാണ്. സോ ദാറ്റ് ഇസ് വി ആവറേജ്. സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് യു വിൽ ഗെറ്റ് 2Vm cos alpha by pi. Suppose if it's a separately excited motor, you will get K phi as K. So K minus RT by K square. This will be equation for omega m. Okay. If I increase the alpha beyond 90 degree, if alpha is increased to less than 90 degree operation, it will be acting as a rectifier. And if I increase it more than 90 degree, it will be acting as an inverter. Okay, inverter operation voltage negative one, but current seems to be positive. Current is always positive due to nature of SCR, and voltage is negative across the motor. So ഈ ഓപ്പറേഷനിൽ the power is negative. പവർ നെഗറ്റീവ് എന്ന് മനസ്സിലാക്കി അതിന്റെ ഒരു ആശയം എന്ന് ഉദ്ദേശിച്ചാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the motor is operating as a generator, or motor is feeding സോഴ്സിനെ മോട്ടർ സപ്ലൈ ചെയ്യാണ്, മോട്ടറിൽ നിന്ന് പവർ സപ്ലൈ ചെയ്യാണെന്ന് അർത്ഥം, വിച്ച് ഈസ് വാട്ട് വി കോൾ ആസ് റീജനറേഷൻ. സോ ഈ റീജനറേഷൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യാറ്? ബ്രേക്കിംഗ് ഓപ്പറേഷന് വേണ്ടി. സോ ഇവിടെ മനസ്സിലാക്കേണ്ടത് when we are acting as when you are operating this rectifier, this converter as a rectifier, fully controlled single phase control rectifier less than 90 degree operate in സമയത്ത് അഥവാ rectifier operate ചെയ്യുന്ന സമയത്ത് it will be in motoring mode of operation ആയിരിക്കും. ഏതിനുണ്ടാവുന്നത്? നമ്മുടെ റെക്ടിഫയേഴ്സിനുണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ കൺവേർട്ടർ കാണിക്കുന്നത്. അഥവാ if it is operating at greater than 90 degree, it will be operating braking mode of operation. Okay, so ഇങ്ങനെയാണ് അതിന്റെ രണ്ട്. അപ്പൊ അതിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുവാണ്, ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സിൽ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ you will get as like this. This is torque as well as speed in x as well as y axis. Okay, അപ്പൊ ആ സമയത്ത് നമ്മൾ ആൽഫ വേരി ചെയ്യുകയാണെങ്കിൽ we are going on increasing alpha 0, 90, 60, 120 അങ്ങനെ. So you can see above 90 degree it turns to be an inverter operation or braking operation. It's reverse braking ആണ്, reverse direction, because omega turned to be negative. Omega negative ആയപ്പോൾ reverse ആണ്, because it is a fourth quadrant, it turns to be braking operation. Okay, so reverse braking ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഒരു quadrant will be entirely reverse braking. Okay, അതേ സമയത്ത് the first quadrant will be forward as well as motoring. Forward motoring operation ആണ് ഫസ്റ്റ് ക്വാഡ്രന്റ് ഓപ്പറേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, so there is a boundary between continuous and discontinuous portion. So ഇത്രയും പോർഷൻ, ഈ dotted line it represents the boundary. Okay, the right side of the boundary is continuous conduction and left side of the boundary is discontinuous conduction. Okay, അപ്പം നമ്മൾ ആ ഒരു value of inductance will determine whether it should be in a continuous or discontinuous mode.
അല്ലെ? ഹൈ വാല്യൂ ഓഫ് ഇൻഡക്ടൻസ് ആണ് ഈ കണ്ടിന്യൂസ് മോഡിലോട്ടാണ് ഓപ്പറേഷൻ വരിക. സോ ഇറ്റ് ടേൺസ് ടു ബി at the right side of this dotted line, and in the other case it will be in the left side of the dotted line. So ഇങ്ങനെയാണ് അതിന്റെ ടോപ്പ് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് വരിക. സോ സപ്പോസ് വി ആർ ഓപ്പറേറ്റിംഗ് at this point, നമ്മൾ motor is operating in the motoring mode in forward direction. We have to stop the motor. നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാം. So we are reducing the voltage. നമുക്കറിയാം ഒമേഗ is equal to P 2 Vm by pi cos alpha by k minus RT by k square. ഓക്കെ, പൈ ഇക്വേഷനിൽ ആകെ ഒരു വേരിയബിൾ ആയിട്ടുള്ള കോസ് ആൽഫയാണ്. സോ കോസ് ആൽഫ ഇൻക്രീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ യു ക്യാൻ സി ഇറ്റ് ടേൺസ് ടു ബി ഇറ്റ് വേരീസ് ഫ്രം 1 to 0 to -1. അത് 0 ആംഗിൾ 90 ഡിഗ്രിക്ക് 180 ഡിഗ്രിക്ക്. സോ ഈ ഒരു ടേം ആണ് അത് നെഗറ്റീവിലോട്ട് പോകുന്നത്. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ആൻ ഇന്റർസെപ്റ്റ്. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എക്സ് ആണ്, ഇത് വൈ ആണ്. വൈ സിക്കൽ എം എക്സ് പ്ലസ് സി. ഇപ്പൊ എം എക്സ് പ്ലസ് സി, ഈ സി എന്നുള്ള ടേം, ഈ വൈ ഇന്റർസെപ്റ്റ്, ഈ സി എന്നുള്ള ടേം ആണ് അവിടെ നെഗറ്റീവിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൈ യു ക്യാൻ സീ ദിസ് ഗ്രാഫ് ഗോയിങ് ഡൗൺവേർഡ്. അതിങ്ങനെ താഴോട്ട് പോകാനുള്ള കാരണം അങ്ങനെ അതുകൊണ്ടാണ്. സോ യു ഹാവ്, ഇഫ് യു സപ്പോസ് യുവർ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഇസ് at 1, now you have to break the motor. So you will increase the alpha slowly. Alpha പതുക്കെ increase ചെയ്യുമ്പോൾ naturally your operating point tends to go downward. So if you have to stop ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ like you need not go in reverse direction. നമ്മൾ ഈ ഒരു പോയിന്റ് എത്തുമ്പോൾ just disconnect the supply and apply some mechanical brake. അപ്പൊ ആ ഒരു ലാസ്റ്റ് പോയിന്റ് സ്പീഡ് കുറഞ്ഞ് ലാസ്റ്റ് ചെറിയ സ്പീഡിൽ എത്തുമ്പോൾ നിങ്ങൾ മെക്കാനിക്കൽ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടിയർ ആൻഡ് വിയർ ഓഫ് ബ്രേക്സ് കുറയ്ക്കാൻ പറ്റും. മെക്കാനിക്കൽ ബ്രേക്കിന്റെ ടിയർ ആൻഡ് വിയർ കുറയ്ക്കാൻ പറ്റും. യു ക്യാൻ സ്മൂത്ത്ലി കൺട്രോൾ ഓൾസോ. ആ കൺട്രോളിങ് അതിന്റെ സ്മൂത്ത് ഓപ്പറേഷൻ പറ്റും. ആൻഡ് ഇഫ് യു ഹാവ് ടു ഗോ ഇൻ റിവേഴ്സ് ഡയറക്ഷൻ യു വിൽ ഇൻക്രീസ് ദ ആൽഫ to more than 90 degree. So the vehicle start to move in the reverse direction. Okay, അതിനും പോസിബിൾ ആണ്. ഇങ്ങനെയാണ് അതിന്റെ ഓപ്പറേഷൻ. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ആദ്യം മുതൽ പറയാം. സോ ദിസ് ഇസ് സിംഗിൾ ഫേസ് ഫുൾ കൺട്രോൾ റെക്ടിഫയർ. സോ അതിന്റെ ഓപ്പറേഷൻ നിങ്ങൾ ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും. അതിൽ ഡിസ്കണ്ടിന്യൂസ് മോഡ് ഓഫ് കണ്ടക്ഷനിൽ ദ കറണ്ട് വിൽ ബി ഡിസ്കണ്ടിന്യൂസ്. സോ ഡിസ്കണ്ടിന്യൂസ് ആണ് കണ്ടിന്യൂസ് ആണ് തീരുമാനിക്കുന്നത് ദ വാല്യൂ ഓഫ് ഇൻഡക്ടൻസ് ആണ്. So high value of inductance turn to be in continuous conduction mode. Inductance high ആകുമ്പോൾ it can store large amount of energy, so the current will be flowing on flowing. അപ്പോൾ അതാണ് അതിനെ കണ്ടിന്യൂസ് മോഡിൽ നിർത്താൻ കാരണം. So in discontinuous mode you can get an E എന്നുള്ള when the SCR is turned off the output voltage will be E, and in continuous conduction mode the SCRs continue to conduct and you will get an output voltage depending upon which SCR is conducting. T1, T3 ആണെങ്കിൽ you will get VAB, and if it is T2, T4 you will get minus VAB or VBA. Okay, so അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ആവറേജ് വോൾട്ടേജ് കണ്ടുപിടിക്കും. So 1 by pi integral alpha to pi plus alpha V of t d omega t. So അതിൽ നമ്മൾ sin omega t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് you will get the average voltage equation as like this. So അതിന്റെ ഒരു കൺക്ലൂഷൻ, അതിന്റെ ഒരു പ്ലോട്ട് V average versus cos alpha plot ചെയ്യുകയാണെങ്കിൽ you can see it gradually turns from positive value to a negative value. So if it is a positive value it operates as a rectifier, and if it is moving towards a negative value it acts as an inverter. So more than 90 degree you will get an inverter operation, less than 90 degree you will get a rectifier operation. So ഈ ഒരു characteristics we are making use for our motor operation. So അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സോ ഇത് ആർക്കെങ്കിലും വരച്ചെടുക്കാനുണ്ടോ? ഇത്ര എഴുതിയെടുക്കാനുണ്ടോ? ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കാം, പിന്നെ ഞാൻ ബാക്കി പറയാം. So roll number 21, 22, 23, Present, sir. 24, 25, 26, Present, sir.
27, Present, sir. 28, 28 present, sir. 29, 29 present, sir. 30, Present, sir. 31, Present, sir. 32, Present, sir. 33, Present, sir. 34, Present, sir. 35, Present, sir. 36, Present, sir. 37, Present, sir. 38, Present, sir. 39, Present, sir. 40. Present, sir. Present, sir. Okay, good. Okay, so the continuation hence the SCR has the property that it will conduct only in one direction. Unidirectional device on SCR. So SCR output അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് പവർ റീജനറേഷൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഏത് പവർ വെച്ചിട്ട് വോൾട്ടേജ് കറണ്ട്. സോ ഒന്നുകിൽ കറണ്ടോ അല്ലെങ്കിൽ വോൾട്ടേജ് റിവേഴ്സ് ചെയ്യണം. സോ ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത് ഈ വോൾട്ടേജ് പാരാമീറ്റർ മാത്രം റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് SCRന്റെ ലിമിറ്റേഷൻ കാരണം. സോ ഇഫ് ഇറ്റ് ഇസ് എ MOSFET or some other devices, by connecting വേറെ ഡിവൈസ് എന്ന് പറയുമ്പോൾ യു ക്യാൻ either make use of anti-parallel diodes. നമ്മുടെ SCRന്റെ കേസ് തന്നെ anti-parallel diodes യൂസ് ചെയ്ത് കഴിഞ്ഞാൽ this operation, reverse action, is also possible. ഈ കേസിൽ we are not using an anti-parallel diode, so the current reverse is not possible. So നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി, നമ്മൾ ഈ ഒരു പ്ലോട്ട് ചെയ്ത പ്രോപ്പർട്ടി, പോസിറ്റീവ് വോൾട്ടേജ് നെഗറ്റീവ് വോൾട്ടേജ് we are using for regeneration. So അത് നമ്മൾ സ്പീഡിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So omega is equal to V average divided by K minus RT by K square. So upon substitution, this is for separately excited motor. K5 will be a constant. So that is represented as K. എന്നിട്ട് ഞാൻ 90° above operation ചെയ്യുവാണെങ്കിൽ it will be invert operation and there occurs braking operation. Braking operation നമുക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ റിവേഴ്സ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ റിവേഴ്സ് ബ്രേക്കിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാം above 90°. If it is in rectifier operation, it will goes on. അപ്പോൾ നമ്മൾ സാധാരണ ഈ DC മോട്ടോഴ്സ്, DC ഇൻവേർഷൻ ഓപ്പറേഷൻ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരിക്കലും DC മോട്ടോർ എന്ത് ചെയ്യുന്നില്ല, DC മോട്ടറിന്റെ അവിടെയല്ല AC വരുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുതാലും. ലൈക്ക് this is the DC motor part. ഇവിടെയാണ് നമ്മൾ AC സപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ വോൾട്ടേജ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ദ പവർ ഈസ് മൂവിങ് ഫ്രം ഹിയർ ടു ദ സോഴ്സ്. ഇവിടെയാണ് ഇൻവേർഷൻ ഓപ്പറേഷൻ നടക്കുന്നത്, ഇൻവെർട്ടർ ഓപ്പറേഷൻ, അല്ലാതെ ഇവിടെയല്ല. ഇവിടെ റെക്ടിഫയർ ഓപ്പറേഷൻ നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ കൺവേർട്ടർ റെക്ടിഫയർ ഓപ്പറേഷൻ നടത്തിയിട്ട് PC ആണ് ഇങ്ങോട്ട് വിടുന്നത്. ഓക്കെ, പ്ലസ് മൈനസ്. ഒരിക്കലും ഇൻവെർട്ടർ ഓപ്പറേഷൻ നടക്കുമ്പോൾ ഇങ്ങോട്ട് DC മോട്ടറിന്റെ സൈഡിൽ AC സപ്ലൈ വരുന്നില്ല. അതവേ പറയുകയാണെങ്കിൽ ഈ DC മോട്ടറിന്റെ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഈസ് ദ സെയിം. എപ്പോഴും ഈ പോർഷനിൽ DC ഉണ്ടാവുന്നുള്ളൂ, ഈ പോർഷനിൽ AC ഉണ്ടാവുന്നുള്ളൂ. അപ്പം ഇവിടെയാണ് ഇൻവെർട്ടർ ഓപ്പറേഷൻ ടുവേർഡ്സ് ദ AC സോഴ്സ് സൈഡാണ് ഇൻവേർഷൻ ഓപ്പറേഷൻ നടക്കുന്നത്. കാരണം അവിടെയാണ് AC സോഴ്സിൽ AC സപ്ലൈ അവിടെയാണ് എന്താ പറയാ മാനേജ് ചെയ്യുന്നത്. സോ what happened is power is moving towards the source during inversion operation, and in rectifier operation power is moving towards the motor. അങ്ങനെയാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാതെ DC മോട്ടറിലോട്ട് AC സപ്ലൈ കൊടുക്കുന്നില്ല ഇൻ ഇൻവേർഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്ന അർത്ഥം വെച്ചിട്ട്. ഓക്കെ, ഹെൻസ് ഇൻ ഇൻവേർഷൻ ഓപ്പറേഷൻ ദ കൈനറ്റിക് എനർജി ഈസ് ലൂസ്ഡ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് ചെയ്യുന്നത്. ഹെൻസ് വി വിൽ ഗെറ്റ് ആ ഒമേഗ വേഴ്സസ് ടോർക്ക് ഇക്വേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടും ഓരോ ആൽഫയ്ക്ക് ഇങ്ങനൊരു ഗ്രാഫ്. സോ ഫ്രം ഹിയർ യു ക്യാൻ സി അപ്പോൾ 90° ഇറ്റ് ഈസ് ഇൻ ബ്രേക്കിംഗ് ഓപ്പറേഷൻ ഹാപ്പണിങ്. ഓക്കെ, അതേപോലെ ഇൻ അതർ ഡയറക്ഷൻ ഇൻ അതർ വേ ഇറ്റ്സ് എ ഫോർവേഡ് മോട്ടറിംഗ് മോഡ് ലെസ് ദാൻ 90° എന്ന് പറയുന്നത്. സോ നമ്മളൊരു മോട്ടറിനെ റിവേഴ്സിൽ കറക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാറ്? സപ്പോസ് ഇറ്റ്സ് സെപ്പറേറ്റ്ലി എക്സൈറ്റഡ് മോട്ടർ. Okay, separately excited motor ഉണ്ട്. So the excitation is maintained constant. So ഈ വോൾട്ടേജ് വേരിയബിൾ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ ഈ സപ്ലൈ വോൾട്ടേജ് നമ്മൾ this is a fixed variable voltage source. Okay, so
if you reduce it, the motor will slowly reduce. നിങ്ങൾ മെഷീൻസ് ലാബിൽ ചെയ്ത ഷണ്ട് മോട്ടറിന്റെ ഒരു എക്സ്പെരിമെന്റ് മനസ്സിലാക്കിച്ചാൽ മതി. ഇവിടെ വോൾട്ടേജ് ഡിവൈഡർ നമ്മൾ കട്ട് ഡൗൺ ചെയ്തിട്ട് സ്റ്റാർട്ടിംഗ് റിയോസ്റ്റാറ്റ് കട്ട് ഡൗൺ ചെയ്യുമ്പോഴാണ് മോട്ടർ സ്റ്റാർട്ട് ടു ഗെയിൻ ദ സ്പീഡ്. സോ വീണ്ടും സ്റ്റാർട്ടിംഗ് റിയോസ്റ്റാറ്റ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദ വോൾട്ടേജ് അക്രോസ് ദ മോട്ടർ വിൽ റെഡ്യൂസ് ആൻഡ് ഹെൻസ് ദ മോട്ടർ fall in സ്പീഡ് കുറയുകയും ചെയ്യാം. ഓക്കെ, അതേപോലെ ഇഫ് യു കണക്ട് ദ ആർമേച്ചർ ടെർമിനൽസ് ഇൻ അതർ വേ, ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദ മോട്ടർ സ്റ്റാർട്ട് ടു റൊട്ടേറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതേ സംഭവം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. യു ഹാവ് ടു ജസ്റ്റ് ഇൻക്രീസ് ദ ആൽഫ. സോ ആ ഒരു മെക്കാനിക്കൽ സ്വിച്ചസിന്റെ ഫോർ ഗെറ്റിംഗ് ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതിന്റെ യൂസ് ഇല്ലാതെ നമുക്ക് ഈ റെക്ടിഫയേഴ്സ് എളുപ്പത്തിൽ ആൽഫ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് മാത്രം നമുക്ക് ആ ഒരു ഓപ്പറേഷൻ കോർഡർ ഓഫ് ഓപ്പറേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സിംഗിൾ ഫേസ് ഫുള്ളി കൺട്രോൾ റെക്ടിഫയർ. ഓക്കെ, ആർക്കും ഡൗട്ട് ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഒന്നും കൂടെ. ഓക്കെ, എങ്ങനെയാണെങ്കിൽ നമുക്ക് സിംഗിൾ ഫേസ് ഹാഫ് കൺട്രോളിലോട്ട് പോവാം. സിംഗിൾ ഫേസ് ഹാഫ് കൺട്രോളിൽ സോ യു ക്യാൻ സി ദർ ആർ ടു ടൈപ്പ് ഓഫ് കണക്ഷൻ. ഒരേ ലെഗിൽ SCRും ഒരേ ലെഗിൽ ഡയോഡ്സും യൂസ് ചെയ്തിട്ടുള്ള കണക്ഷൻ ഉണ്ട്. അതർ വേ ഓൾസോ യു ക്യാൻ കണക്ട് ലൈക്ക് ഒരു ലെഗിൽ തന്നെ ഒരു SCRും ഡയോഡും ഒരു ലെഗിൽ ഒരു SCRും ഡയോഡും അങ്ങനെ കണ്ടക്ട് ചെയ്യാം. സോ ദ ഫ്രീ വീലിംഗ് ഡയറക്ഷൻ വിൽ ബി ദ ഡിഫറൻസ്. ഈ ഒരു കേസിൽ നമ്മൾ സിംഗിൾ ഫേസ് ഇതിന് അസിമെട്രിക് ആൻഡ് സിമെട്രിക് എന്നാ പറയാം. അസിമെട്രിക് കണക്ഷനും സിമെട്രിക് കണക്ഷനും. ഓക്കെ, ആ ഒരു ബേസിലാണ്. അപ്പൊ ഈ ഒരു കണക്ഷനിൽ ഇപ്പൊ നിങ്ങൾക്ക് T1 T2 T1 ആസ് വെൽ T1 D1 T2 D2. So T1 and T2 are connected in same leg and D2 and D1 are connected in same leg. So in forward ഇതിലുണ്ട് connection discontinuous mode, continuous mode. So let me explain continuous mode. So once the T1 is forward biased, D1 is automatically ready for conduction. But T1 D1, the moment T1 is fired, T1 D1 start to conduct and you will get the positive half cycle. പക്ഷേ once you reach the pi, at pi, what happens is that D1 D2 will get conduct. അതായത് അത് ഫോർവേഡ് ബയസ്ഡ് ആയിട്ട് സ്റ്റാർട്ട് ടു കണ്ടക്ട്. സോ ഇറ്റ് ഹാപ്പൻസ് ടു ബി എ ഫ്രീ വീൽ. ഇത് ഫ്രീ വീലിംഗ് ഡയോഡായിട്ട് ഓപ്പറേഷൻ ആണ് സംഭവിക്കുക. സോ the inductor, its polarity reverses, which causes this D1 D2 to forward bias. ആ forward bias operationൽ the voltage across this load will be zero. Hence you get a zero voltage at the load output. വീണ്ടും the T2 and D2 will be forward biased for negative half cycle. Okay, അതായത് സോഴ്സിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് T2 and D2 will be forward biased and hence എന്ത് സംഭവിക്കുക? The moment T2 is triggered at pi plus alpha, some pi plus alpha, so T2 D2 start to conduct. Again when you reach 2 pi, എന്ത് സംഭവിക്കും? The freewheeling action of T1 D2 occurs. So അത് നമുക്ക് വീണ്ടും ഔട്ട്പുട്ടിൽ സീറോ വോൾട്ടേജ് തരാൻ കാരണക്കാരാണ്. സോ ദാറ്റ് ഈസ് വാട്ട് യു ഹാവ് സീൻ ഹിയർ. ഇവിടെയും ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. സോ D1 D2 ഓപ്പറേറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. അഗൈൻ T1 D1 ആൻഡ് D1 D2 T2 D2. സോ അങ്ങനത്തെ ആ SCRs ആണ് അതാത് സമയങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഫ്രം പൈ ടു ആൽഫ ടു പൈ T1 D1, ഫ്രം പൈ ടു പൈ പ്ലസ് ആൽഫ T1 both the diodes, and from pi plus alpha to 2 pi you have T2 D2. Okay, so ഇതിന്റെ വേവ് ഫോം, ഇതിന്റെ ഒരു ആവറേജ് വോൾട്ടേജ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ കണ്ടിന്യൂസ് മോഡ്, so you will get from alpha to pi integrate ചെയ്യേണ്ടി വരും. So that will be, so if we take a whole cycle 1 by pi, the average is equal to 1 by pi integral alpha to pi plus alpha v of t, d omega t. So because if you split this and write alpha to pi plus pi to pi plus alpha, each portion 0 ആയിരിക്കും. So this will get cancelled and what will be remaining is alpha to pi.
So you are writing 1 by pi integral alpha to pi Vm sin omega t, p omega t. So with integrity and you will get Vm by pi into 1 plus cos alpha. So this equation is familiar already. So once you plot the waveform, like alpha versus p average, plot what you can see is pi by 2 and pi. Inner characteristics. So this will be Vm by 2, Vm by pi. At alpha equal to 0 degree, you will get 1 plus 1, 2. So 2 Vm by pi will start here. As you go on increasing the alpha, V average will reduce. So at pi, you will get a 0 voltage at the output. The characteristics will be the half controlled rectifier. Half controlled rectifier cannot be operated in regeneration mode. Regeneration possible because the voltage cannot be negative. Negative voltage V average obtain. So our current either SCR won't conduct in negative current SCR conduct our rectifier is not able to give a negative voltage. So due to both these reasons, you won't get a negative power. So which means the regeneration is not possible. So this is half control rectifiers in the limitation. So once you so as before, you are substituting for omega. Omega is equal to V by k minus PR by k square is equal to. Once you substitute, you will get Vm by pi k into 1 plus cos alpha minus TR by k square. Okay. So ingane the equation is given. So if you plot this, any issues? Okay, so once you plot it, you will get the torque speed characteristics as such. Omega equation plot omega is equal to Vm by pi k into 1 plus cos alpha minus TR by k square. This equation. So once you plot it, you will get a positive coordinate operation. Okay. Suppose this motor, if it start to move in reverse direction. So this is the conclusion. That is, this rectifier, half control rectifier, won't be able to operate in negative regeneration mode operate in understanding. So here you can see a separately excited DC motor. Okay, so this is V rectifier, half control rectifier. So this is V average you obtained at the output terminal. This is a motor, separately excited motor. So back EMF will be like this, positive, negative. Suppose we have the characteristics omega full control rectifier. So other reverse direction the back EMF also will turn to be in negative direction. But rectifier output negative rectifier output negative reverse direction operate fourth quadrant operate so due to some gravity effect, active load effect, if suppose this start to pull back, motor the direction of back EMF turn to be opposite. Back EMF thiriyan karanakanav. Pakshe the average voltage won't be reversed. Rectifier our limitation on it. So one of the disadvantages is that the regeneration is not possible. Pinna RA
ആ റെസിസ്റ്റൻസിൽ നമുക്ക് ഡൈനാമിക് ബ്രേക്കിംഗ് നടക്കാൻ പറ്റത്തുള്ളൂ. ആകെ ഈ റെക്ടിഫയറിന് പോസിബിൾ ആയിട്ടുള്ളത് ആ ഡൈനാമിക് ബ്രേക്കിംഗ് എന്നുള്ളൊരു ഓപ്പറേഷൻ, അതായത് നമ്മൾ ആർമേച്ചർ റെസിസ്റ്റൻസിൽ നമ്മുടെ പവർ, മോട്ടറിന് ലോഡ് പവർ ഡിസിപ്പേറ്റ് ചെയ്ത് കളയാം. സോ വിച്ച് ഈസ് നോട്ട് എ പ്രാക്ടിക്കൽ സിറ്റുവേഷൻ. അതായത് വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. ഇറ്റ് വിൽ ജനറേറ്റ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഇൻസൈഡ് ദ മോട്ടർ ഇറ്റ് സെൽഫ്. സോ അതൊരു ലിമിറ്റേഷൻ ആണ് ഈ ഒരു ഹാഫ് കൺട്രോൾ റെക്ടിഫയറിനെ സംബന്ധിച്ചിടത്തോളം, ഈ റിവേഴ്സ് ബ്രേക്കിംഗ് ഇല്ല എന്നുള്ള ഒരു സിനാറിയോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പക്ഷേ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ചീപ്പർ കമ്പയർ ടു മെക്കാനിക്കൽ സ്വിച്ച്. അങ്ങനത്തെ എല്ലാ ബൾക്ക് സ്വിച്ചസ് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റാറ്റിക് സ്വിച്ചസ് ആർ വെരി മച്ച് ചീപ്പർ ആൻഡ് ഇറ്റ് ഹാസ് ഗുഡ് പവർ ഫാക്ടർ. ഗുഡ് പവർ ഫാക്ടർ ഓപ്പറേഷനും ഇതിന് കാഴ്ചവെക്കാൻ പറ്റും എന്നുള്ളതാണ് രണ്ട് അഡ്വാൻറ്റേജസ് ഇതിനെ സംബന്ധിച്ചിടത്തോളം. ഫുൾ കൺട്രോൾഡ് ഹാഫ് വേവ് ആണെങ്കിലും, ഹാഫ് കൺട്രോൾഡ് ആണെങ്കിലും ഫുൾ കൺട്രോൾഡ് ആണെങ്കിലും, ഫുൾ വേവ്, ഹാഫ് കൺട്രോൾഡ് ഓർ ഹാഫ് full controlled. Both the cases, it has a cheaper and good power factor operation. Okay, ഇത്രയും കാര്യങ്ങളാണ് സിംഗിൾ ഫേസ് കൺട്രോൾ